ഞാൻ വന്നോണ്ടിരിക്ക. അവന്മാരെയൊക്കെ ഒഴിവാക്കാൻ പെട്ട പാട്. ആ നീ പറഞ്ഞ ഷർട്ട് കേട്ടോ. സുന്ദരി അവനോടും പിടിച്ചോണോട്ടാ. ഓടിയത് തന്നെ. എങ്ങോട്ടാ രണ്ടുപേരുടെ മോനെ? എങ്ങോട്ടാ ഒറ്റയ്ക്ക്? എങ്ങോട്ടാ? അടുത്ത് വരെ അടുക്കുമല്ലോ. ഇന്നാണല്ലോ ലവള് നിന്നെ കാണാൻ വരുന്നത്. ആര്? നിന്റെ മൊഞ്ചത്തി. നീ വണ്ടിയിലോട്ട് കയറിക്കേ. നോക്കൊന്നും വേണ്ട, അവര് വണ്ടിക്കുള്ളതാ. ഇതൊന്നും എത്ര ആൾക്കാര്? ഞാൻ ഒറ്റയ്ക്ക് പോയ പോരെ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നിന്റെ മൊഞ്ചത്തി കോളേജ് മൊത്തം ഫേമസ് ആണല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. നീ പോയി വണ്ടി കയറിക്കേ. കയറിക്കേ. കേറാ കേറാ. ഒരു പെണ്ണിനെ കാണാൻ എന്തൊക്കെ സഹിക്കണം. ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പണയണ്ട. കേറാ. അങ്ങോട്ട് നീ കയറാം. മനുഷ്യനെ പ്രേമിക്കാനും സമ്മതിക്കൂല. ഓ ഞാൻ കയറില്ല. ആ പെണ്ണ് വന്ന് കാണും. പിടിച്ചിറക്കടാവനെ. ഒന്ന് വന്നേ. നീ ഇത് എങ്ങോട്ടാ? നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ അത് ശരിയാണല്ലോ. ആ എവിടെയാട്ടോ കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ? എടാ അതാണോ? എവിടെ ഇത്? അളയാ കോൾ അടിച്ചു തോന്നണം. എന്താ ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. എവിടെ? അവള് തന്നെയാണോ? കൺഫേം ചെയ്. ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത്? ഫ്രണ്ടിലോ? അല്ലേ, ഓപ്പോസിറ്റാ. ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ? മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോണിങ് വന്നേ? ഹലോ. ഒന്നുമില്ല. അല്ല കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാറിട്ട് സ്കൂട്ടിയില് അല്ലേ? ഫോൺ കട്ട് ചെയ്തോളൂ കേട്ടോ. അളിയാ സുന്ദരിക്ക് പണി കിട്ടി. എന്താ? ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള. ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ? ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. ഹലോ എന്റെ മൊഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമായിരിക്കും. ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. പട്ടി. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെ കിട്ടിയ? അവളെന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലയാ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈക്കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂടാളിയാ. നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായെ കണ്ടുപിടിക്കേ. മോനായി പറ, സുജ ചേച്ചി ഇപ്പൊ എങ്ങനെയാ? അതൊക്കെ പോട്ടെ, മോനായുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് ഞാൻ താണിക്കോണം കാണിക്കും. എന്നത് സുജ ചേച്ചിയുടെ അടുത്തൊന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം. അതിലൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണി നിന്ന് കരുതി എല്ലാരും അങ്ങനെയാന്ന് പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്ന പോലെ സുജ ചേച്ചി എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്ന് ഓർത്തു നോക്കിയേ, സുജ ചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട്. ആദ്യം ഒരു ഉമ്മ അങ്ങോട്ട് പിടിപ്പിച്ചേക്കാം, പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില്. അപ്പഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താടാ നീർക്കോലി പോവാത്തെ? കോലി ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടി പോകണോ എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇത് തന്നെ ആടി. എന്താ നിങ്ങൾ പെരുവർക്കുന്നത്? ഒന്നുമില്ല, നീ വാളടച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പോട്ടെ. ഓ അടയ്ക്കണേ. അവൾ ഇറങ്ങി പോയിട്ടുണ്ടാവും. ചെല്ലടാ, ഒന്നും പേടിക്കണ്ട. ചെല്ലടാ, നീ പോ, ധൈര്യമായിട്ട് പോ. ഞങ്ങളിവിടെ ഇല്ലേ? ഞാൻ ഒറ്റ എങ്ങനെ? അതെ,
പൈസയും കൂടെ വാ. നീ പോയിട്ടോ. ഓ പോയി വിജയിച്ചു വാ. എടാ അപ്പൊ സൂക്ഷിച്ചത് എന്തായാലും കാണും. എടാ നമുക്കൂടെ ഒന്ന് പോയി നോക്കിയല്ലോ. പോയാലോ? എന്താ ഇങ്ങോട്ട് വാ. നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ എന്നാ പോയി മുള്ളു. അവൻ പോയോ? ഇനി എതിലേ പോകും? നീ ഇന്ന് വരും എനിക്ക് അറിയാമായിരുന്നടാ. നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നടാ? അടി വരുന്നടാ. മാറ്. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടാ എന്ത് പറ്റി ചേട്ടാ? എഴുന്നേക്ക്. അവസാനം ബദാം മുറിച്ചിട്ടതിന് ശേഷം 30-40 മിനിറ്റ് കൂടി വേവിച്ചാൽ ഈന്തപ്പഴ കേക്ക് റെഡി. ഇത്രയേ ഉള്ളൂ? പിന്നല്ലാതെ. ഞാൻ വായിക്കാമേ. ആദ്യം മുട്ട, പിന്നെ പഞ്ചസാര, ഇതിന്റെ കൂടെ ഈന്തപ്പഴം, ഏത്തപ്പഴം എന്നിവ അരച്ചെടുക്കാം. അതെ, ഏത്തപ്പഴം പുഴുങ്ങിയതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടോ? പിന്നെ ഓഹോ, ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കണം. ഇതിനുശേഷം എണ്ണയും സോഡാപ്പൊടിയും മൈദയും തേങ്ങയും വേറെ കുഴക്കണം. ശരിയല്ലേ? എണ്ണ സൂര്യകാന്തിയുടെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈന്തപ്പഴവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് അരച്ചെടുത്തതും എണ്ണയൊഴിച്ച് കുഴച്ചെടുത്തതും കൂടി ഒന്നിച്ച് ചേർത്ത് നെയ്യൊഴിച്ച് വേവിച്ചെടുക്കണം. അതാണ്. അവസാനം കുറച്ച് ബദാമും കൂടി മിക്സ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എളുപ്പല്ലേ? അതാ. എന്താടോ? എന്താടോ? അത് മാം മോനായി. ഓ, ഇയാളെ തിരക്കിയാണോ? ഇയാള് കൊള്ളാം കേട്ടോ. തന്റെ കൂടിയ താമസം? അതെ മാം. ഇയാള് നല്ല കുക്കാണല്ലോ. അപ്പൊ ശരി മോനായി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണേ. പിന്നെ ഞാനിവിടെ തന്നെ കാണും. ഇനിയും വരുമ്പോ കോഴിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചത്. കോഴിക്കാട്ടോ? കോഴിക്കാട്ടം അല്ല, പിന്നെ കോഴിക്കൊണ്ടാട്ടം. ഓ പോട്ടെ. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ ഈന്തപ്പഴത്തിന്റെ കൂടെ തേങ്ങാപ്പാലാണോ അതോ ശർക്കരയുടെ കൂടെ മോരാണോ? അവിടെ വായിരിക്കണം മുഴുവൻ കേട്ടപ്പോ മതിയാലോ. ഞാൻ ഇപ്പൊ ഒരായിട്ട് കാണിച്ചു. എന്ത് പണിയാ നീ കാണിച്ചേ? എന്താ വണ്ടി നിർത്താഞ്ഞോ? എന്തിനാളിയാ നിർത്തുന്നത്? എന്റെ ലൈസൻസ് ഉണ്ട്, വണ്ടിയുടെ ബുക്കും പേപ്പറും ആളിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെ ഇല്ലാത്തമാര് നിർത്തിയാ പോരെ. സത്യത്തിൽ ഇവന്റെ കാര്യം വലിയ കഷ്ടം. ഇനി പോലീസ് അങ്ങനെ പറയൂരോ? നീ ധൈര്യമായിട്ടിരിക്കണം മോനായി. എന്തിനാ പേടിക്കുന്നേ? ഇക്ക കൂടെയല്ലേ? അയ്യോ പോലീസ്! അയ്യോ, നമ്മളെ പൊക്കാനുള്ള വരവാണ്. ഒന്ന് ചവിട്ടി വിടറ മോനെ. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങടാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവാ സാർ. നിനക്കെന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഊതിപ്പിരടോ. ഊതടാ. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഇങ്ങെടുത്തേ. ഇങ്ങോട്ട് എടുക്കടാ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതും ആണോ?
അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടിയോട് പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രിയാവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തൂ. ഇവനെ വാടാ, ഇന്ന് വേണം ആക്കാനെ. വേറെ സാധനം ഉണ്ട്.